ഹലോ, എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. അങ്ങനെ ഒരു സാധനം നമ്മുടെ കയ്യിലിരിപ്പുണ്ട് അല്ലേ അനുവേ? അതെ, ഗൂസ്ബെറി നെല്ലിക്ക. ഇതിന്റെ സൈസ് നോക്കി. അതെ, നല്ല സൈസ് അല്ലേ? ഒരു 150 ഗ്രാം 150 ഗ്രാം ഒന്നും കാണുന്നില്ല. എന്തായാലും ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ് കേട്ടോ. തമിഴ്നാട്ടിലൂടെ ഗ്രാമക്കാഴ്ചകളൊക്കെ കണ്ട് നമ്മളങ്ങനെ പോവുകയാണ് അല്ലേ? ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകൾ. ഇപ്പം കഴിഞ്ഞ യാത്ര നമ്മൾ അവസാനിപ്പിച്ചത് പൊള്ളാച്ചിയിൽ നിന്നായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ പൊള്ളാച്ചിയിൽ നിന്ന് അല്പം ദൂരം മുന്നോട്ട് വന്നു. ഉദുമ്പൽപേട്ടയിൽ പോകുന്ന വഴിയിലാണ് നമ്മൾ. ഉദുമ്പൽപേട്ട അല്ലേ? ആ വഴിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ ഉദുമ്പൽപേട്ട പണ്ടൊരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ. പണ്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ യാത്ര ചെയ്ത് പോയ സമയത്ത് നമ്മൾ ഒരു ഭാഗത്തൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് ഉദുമ്പൽപേട്ട റൂട്ടിലാണ്. വരുന്ന വഴിയിൽ ഞങ്ങൾ യാദൃശ്ചികമായിട്ട് ഒരു സ്ഥലത്തേക്ക് കയറിയതാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നെല്ലിക്കയാണ് കയ്യിലിരിക്കുന്നത്. ഇവിടെ നെല്ലിക്കയുടെ ഒരു തോട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ? വിശാലമായി കൃഷി ചെയ്തിരിക്കുക. അതെ, നമ്മുടെ നാട്ടിലൊന്നും കാണാൻ പറ്റാത്ത നെല്ലിക്കത്തോട്ടോ. അത്രയും വിശാലമായിട്ട് കൃഷി ചെയ്തിരിക്കുകയാണ്. ഇവിടെ കുറേ ഭായിമാര് ഈ നെല്ലിക്ക പറിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് ചോദിച്ചപ്പം അവർ പറഞ്ഞു, ഞങ്ങൾ ദൂരെ നിന്നാണ് വരുന്നത്. ഇത് ആരുടെ തോട്ടമാണെന്ന് അവർക്കറിയില്ല. ഒരാൾ കൊണ്ട് ഞങ്ങളെ പറിക്കാൻ ഏൽപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ പറിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. നമ്മുടെ തൊട്ട് പുറകിലൊരു വീട് കാണാമല്ലോ. അപ്പോൾ അവിടുത്തെ ചേട്ടൻ്റെ സ്ഥലമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, വീഡിയോ എടുത്തോ കുഴപ്പമൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഭായിമാർ പറഞ്ഞു, അതെ, അവർക്ക് പണിയെടുക്കുക. അതെ അതെ, അങ്ങനെ അവർ പറഞ്ഞു. പാവങ്ങളെ ഇത്രയും ദൂരെ നിന്നൊക്കെ വന്നിരിക്കുന്നതല്ലേ. ഇവർക്ക് ഒരു ദിവസം സാലറി എത്രയെന്ന് അറിയോ ഇവിടെ ജോലി ചെയ്യുന്നതിന്? 400 അല്ല, 600 രൂപ. ഹിന്ദിക്കാർക്ക് കുറച്ചുകൂടെ പൈസ കൂടുതലുണ്ട്. തമിഴ്നാട്ടിൽ തമിഴർ ജോലി ചെയ്യുന്നതിന് ആണുങ്ങൾക്ക് 500, സ്ത്രീകൾക്ക് 350 അത് 550 വരെ 600 കിട്ടുന്നവരുണ്ട് കേട്ടോ. ഇല്ലെന്നല്ല, എങ്കിലും ഒരു പണി, ഒരു കൂലിപ്പണി എന്നാണ് ഉദ്ദേശിച്ചത്, കൂലിവേല. അതിന് പെണ്ണുങ്ങൾക്ക് 300, 350, ആണുങ്ങൾക്ക് 500, 550, 600 വരെ കിട്ടുന്ന ആൾക്കാരുണ്ട്. എന്തായാലും നമ്മുടെ നാട്ടിൽ ഭായിമാർക്ക് കുറച്ചുകൂടി സാലറി കൂടുതലുണ്ട്. എനിക്ക് തോന്നുന്നു 800 മുതൽ 1000, 1200 ഒക്കെ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. ഈ മേസൻ പണിയൊക്കെ ഉണ്ടല്ലോ, നല്ല പൈസ വാങ്ങിക്കുന്നുണ്ട്. അപ്പം അതൊക്കെയാണ് വിശേഷങ്ങൾ. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തമിഴ്നാട്ടിലൂടെയുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു നെല്ലിക്ക കഴിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. അത് ശരി, നല്ലൊരു എന്താ പറയുക, കയ്പും മധുരവും കൂടി ആണല്ലേ? നോക്കട്ടെ. നെല്ലിക്ക തളർന്നോ? വേണ്ടിവരും, അനുവിന് വേണ്ടിവരും. ഇന്ന് നമ്മോടൊപ്പം ഒരു സുഹൃത്തും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. അനിൽ ബ്രോ, തിരുവനന്തപുരത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ്, അനുവിൻ്റെ ഫ്രണ്ടാണ്. കഴിഞ്ഞ 1-2 യാത്രകളിലൊക്കെ നമ്മുടെ കൂടെ യാത്ര ചെയ്ത് വന്നിരുന്നു. അതെ അതെ, പുള്ളി യൂസിലുള്ള ആളായിരുന്നു. ഇപ്പോൾ പുള്ളി നാട്ടിലുണ്ട്. എന്തായാലും അദ്ദേഹം കൂടി നമ്മോടൊപ്പം ഈ ഒരു യാത്രയിൽ പങ്കുചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അനിലിനും അനൂപിനോടൊപ്പം ഞാൻ ബിബിൻ. വെൽക്കം ടു ബി ബ്രോ സ്റ്റോറീസ്. അങ്ങനെ എന്തായാലും നമ്മൾ നെല്ലിക്ക തോട്ടത്തിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഭായിമാർ നെല്ലിക്കയൊക്കെ പറിച്ച് ഈ ഒരു ഭാഗത്തൂടെയൊക്കെ നടന്നു വരുന്നുണ്ട്. എന്താ രസം ഈ തോട്ടത്തിൽ കൂടെ നടക്കാനായിട്ട്. ഇത് കുറേ എണ്ണം പൊഴിഞ്ഞൊക്കെ കിടപ്പുണ്ട്. എത്ര എണ്ണം പൊഴിഞ്ഞ് കിടക്കും? ഇന്നും മാർക്ക് വേണ്ടതാണോ? വലുതായതും മൂത്തതൊക്കെ നോക്കിയിട്ടാണ് അവർ പറിച്ചെടുക്കുന്നത്. ഇനി നമ്മളിങ്ങനെ നടന്നു വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ കൃഷി ചെയ്തിരിക്കുകയാണ്. ഹായ്, ചെന്തെങ്ങിൻ്റെ കൊലയാണെങ്കിൽ ആടെന്ന് പറഞ്ഞ പോലെ ചെറിയ ആട്ടമൊക്കെ ഉണ്ട്. എന്താ അല്ലേ, എന്ത് വിശാലമായിട്ടാണ് ഇവിടെ. അങ്ങോട്ടൊക്കെ കൃഷി ചെയ്തിരിക്കുക കേട്ടോ. ഈ ഒരു ഭാഗത്തേക്കൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ധാരാളം നെല്ലിക്ക കൃഷി ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഡ്രിപ്പ് ഇറിഗേഷനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അങ്ങോട്ടൊക്കെ നീണ്ടു കിടക്കാം കേട്ടോ. എൻ്റെ പൊന്നെ, ഇത് നടന്നു കാണണമെങ്കിൽ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് പോകേണ്ടി വരും തോന്നുന്നു. സംഭവം അടിപൊളി. ഞാൻ ഇത്രയും വിശാലമായി കൃഷി ചെയ്യുന്ന ഒരു നെല്ലിക്ക തോട്ടത്തിൽ ഇത്ര യാത്രക്കിടയിൽ ആദ്യമായിട്ടാണ് കേട്ടോ ജീവിതത്തിൽ കയറുന്നത്. നോക്കിയേ, അങ്ങോട്ടൊക്കെ കിടക്കും എൻ്റെ പൊന്നടാവേ. അടിപൊളി എൻ്റെ അമ്മേ. എന്തായാലും ഉടമസ്ഥനോട് ചോദിച്ചുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇതിനകത്തൂടെയൊക്കെ കയറി നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വഴക്ക് പറഞ്ഞാലോ. നമ്മളെവിടെ പോയാലും യാത്രക്കിടയിൽ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെയുള്ള തോട്ടങ്ങൾ കയറുകയാണെങ്കിൽ എന്തായാലും പെർമിഷൻ വാങ്ങിക്കണം കേട്ടോ. ഒരു വീട്ടിൽ കയറിയിട്ട് ചോദിക്കുക, ഞങ്ങൾ കയറിക്കോട്ടെ, 2 നെല്ലിക്ക പറിച്ചോട്ടെന്ന്. ഓടി അങ്ങ് വന്നിട്ട് കൊള്ളാമല്ലോ നെല്ലിക്ക പറിച്ച് കഴിച്ച് ഒരിക്കലും ചെയ്യരുത്. നമ്മളിപ്പോൾ ആദ്യമേ ചോദിച്ചു, ഹിന്ദിക്കാരോട് ചോദിച്ചപ്പോൾ അവർക്കറിയില്ല. അപ്പോഴാണ് അവർ വീട് ചൂണ്ടിക്കാണിച്ചത്. അവിടെ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. ശരി, നമ്മളവിടെ പോയി ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു വീഡിയോ എടുത്ത് കുഴപ്പമില്ല. ഒരെണ്ണം പറിച്ചോട്ടെന്ന് കൂടി ചോദിച്ചു. പുള്ളി പറഞ്ഞു ലൈവായിട്ട് പറിച്ചോ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാനോ അല്ലെങ്കിൽ പറിച്ച് കഴിക്കാനാണെങ്കിൽ പോലും, ഇപ്പോൾ ഏത് തോട്ടമാണെങ്കിലും, ഇതിപ്പോൾ നെല്ലിക്കയാണെങ്കിലും തക്കാളി ആണെങ്കിലും ഇനിയിപ്പം കാശ്മീർ പോയി ആപ്പിൾ പറിക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ എന്തായാലും ചോദിക്കുക. ആ ഒരു കാര്യം നിങ്ങൾ ഓർമ്മയിലിരിക്കുക. അപ്പോൾ നമ്മുടെ നടത്തം പിന്നെയും നെല്ലിക്ക തോട്ടത്തിലൂടെ തുടരാം. അപ്പോൾ അങ്ങോട്ടൊക്കെ അങ്ങനെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരത്തൊക്കെ അങ്ങ് പോയി കഴിഞ്ഞാൽ വാഴയാണ് കേട്ടോ. എന്തായാലും നെല്ലിക്കയും തെങ്ങ്, വാഴ അങ്ങനെയുള്ളതൊക്കെയാണ് ഈ ഒരു ഭാഗങ്ങളിൽ, ഈ ഒരു ഉദുമ്പൽപേട്ട ഭാഗത്ത് കൃഷി ചെയ്തിരിക്കുന്നത്. ഭായിമാർ ഭക്ഷണം കഴിക്കാനായിട്ട് കയറി. ഭക്ഷണം മീൻസ് ചായ കുടിക്കുന്ന സമയമാണ് അവരുടെ രാവിലത്തെ പ്രഭാത ഭക്ഷണം. മിക്കവാറും അതൊക്കെ തന്നെ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങനെ അത്ര ലാവിഷായിട്ടൊന്നും ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരല്ല.
മൊത്തത്തിൽ. വൈകിട്ട് അവർ പിന്നെയും കഴിക്കും. പിന്നെ രാവിലെയും ഉച്ചയ്ക്കൊക്കെ ലളിതമായിട്ടുള്ള ഭക്ഷണ രീതികളാണ് അവർക്കുള്ളത്. അങ്ങനെതാ ഇവരിങ്ങനെ കൂട്ടമായിട്ട് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഭായിമാരുടെ നിന്ന് അനുവേ വടം മേടിച്ച് കഴിക്കണോ? നെല്ലിക്ക മുഴുവൻ കഴിച്ചെടുത്തു, ഞാൻ പകുതി ആയുള്ളൂ. അതല്ലേ. ഇതാ ഒരു ചായ കുടിക്കുന്നു. ചായക്ക് സാത്ത് ക്യാ ഹേ? വടാ बड़ा नहीं बोंडा बोंडा कैसे है? तमिलनाडु का बोंडा कैसे है? अच्छा, आपका कौन सा जगह का है? हम लोग को झारखंड स्टेट है। झारखंड सब आदमी? अच्छा, कैसे है केरला तमिलनाडु? अच्छा है, अच्छा है, वेरी गुड, काम करने के लिए अच्छा है. अच्छा है. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല ജോലിക്ക്, അത് മീൻസ് കുറച്ച് കട്ടിയായിട്ടുള്ള ജോലിക്ക് നല്ല ശമ്പളം കാണും. ഈ പറയുന്ന പോലെ ചെറിയ ജോലിക്കാണെങ്കിൽ അതനുസരിച്ചുള്ള ശമ്പളം ഉള്ളൂ. അപ്പോൾ ഇതിന് 600 രൂപയാണ് അവർ കൊടുക്കുന്നത്. അല്ല, അവർ പറഞ്ഞല്ലോ ഇതിന് വലിയ മീൻസ് എന്താ പറയുക, വലിയ ഭാരിച്ച ഉത്തരവാദിത്തമുള്ള പണികളൊന്നുമില്ല. മറ്റെന്ന് പറഞ്ഞപ്പം മേസ്ത്രി പണിക്ക് പോകണമെങ്കിൽ നല്ല കടുകട്ടിയായ പണിയല്ലേ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇത് ചുമ്മാ കയറുക, നല്ല നോക്കുക, മൂത്ത് നോക്കുക, പറിക്കുക, ചാക്കിൽ നിറയ്ക്കുക, ബാസ്ക്കറ്റിൽ നിറയ്ക്കുക, വൈകിട്ടാകുമ്പോൾ 600 രൂപ വാങ്ങിച്ച് വീട്ടിൽ പോവുക. അല്ല, എവിടെയാണ് താമസിക്കുന്നത് അവിടെ പോവുക. അതൊക്കെയാണ് ഇവരുടെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ ഇവരെങ്ങനെയാണ് പറിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇതുപോലെ ഒരു ചാക്ക് അവരുടെ ഉണ്ടാവും. ഈ ചാക്കുമായിട്ട് അവരിങ്ങനെ വരും. ഇങ്ങനെ വന്നിട്ട് നിലത്ത് നിന്നല്ല കേട്ടോ പറിക്കുന്നത്. ഇവിടെ ഒരുപാട് ലാഡറുകളുണ്ട്. ലാഡർ വഴി മുകളിലേക്ക് കയറിയെങ്കിൽ മാത്രമേ നമുക്ക് പറിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒന്ന് പരീക്ഷിച്ച് നോക്കാം. നമ്മൾ ഏത് നാട്ടിൽ വന്നു കഴിഞ്ഞാലും ഏത് പണിയും ചെയ്യണം. എനിക്ക് പിന്നെ വലിയ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അങ്ങ് നിൽക്കും. ഇങ്ങനെ നിന്നിട്ട് ഇതിനകത്ത് അത്യാവശ്യം വലിയ ഒരെണ്ണം നോക്കാം. ഇത് വലുത് ഒരെണ്ണം. എൻ്റെ അമ്മയെ കയ്യിൽ നിന്നല്ലോ. എന്നാലും ഒരു സ്റ്റെപ്പോടെ മുകളിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ അമ്മേ സെറ്റ്. അപ്പോൾ ഇതിനകത്തുനിന്ന് നല്ല മൂത്ത് നോക്കിയിട്ട് ഒരെണ്ണം പറിക്കുക. കണ്ടോ, ഇങ്ങനെ ഇതുപോലെ മൂത്ത് നോക്കുക. ഇതിപ്പോൾ ചെറുതാണ് കേട്ടോ, അത്ര മൂത്തില്ല. നമുക്ക് അത്ര അറിയില്ലെങ്കിലും ഞാൻ ഒരെണ്ണം പറിച്ചു, സാരമില്ല. എന്തായാലും ഇങ്ങനെ ചാക്കിലേക്ക് നിറയ്ക്കും. എന്നാൽ പിന്നെ ഇവിടെ കൂടിയാലോ, 100-600 രൂപ ശമ്പളമുണ്ട്. വെറുതെ നാട്ടിൽ പോയി ഇനി കഷ്ടപ്പെടണ്ടല്ലോ. ഇവിടെയാണെങ്കിൽ നമുക്ക് നെല്ലിക്കയൊക്കെ പറിച്ച് ജീവിക്കാം. ഇത് തീർന്നു കഴിയുമ്പോൾ എന്ത് പണിക്ക് പോകുന്നുള്ളതാണ് ഇനി ആലോചിക്കേണ്ടത്. നെല്ലിക്ക സീസൺ കഴിഞ്ഞാൽ പിന്നെ വേറെ പണിക്ക് പോകേണ്ടി വരും. ഓളല്ലേ, സെറ്റ് പരിപാടി. ഇത് ഇവർ തന്നെ, ഈ ഭായിമാർ തന്നെ ഉണ്ടാക്കി കേട്ടോ ഈ ചാക്ക്. ഞാൻ ചോദിച്ചു, അവർ തന്നെ ഉണ്ടാക്കിയാണ്. പിന്നെ ഇത് തൂക്കാനായിട്ട് സുഖം. ഈ ഒരു ഹോസുള്ളതുകൊണ്ടേ സുഖം. അതിനകത്തൂടെ ഇങ്ങനെ കയറിങ്ങനെ കെട്ടിയിട്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ നല്ല വെയിറ്റ് കയറിയാലും ശരീരം വേദനിക്കില്ല. കൊള്ളാം. അങ്ങനെ നെല്ലിക്കാത്തോട്ടത്തിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ട് അല്ലേനുവേ നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പൊ നമ്മൾ ഉടുമ്പൽപേട്ടിലെ ഏത് ഗ്രാമത്തിലേക്കാണ് പോകുന്നത്? ഉടുമ്പൽപേട്ടിലെ അത് അനിലിനെ അറിയത്തുള്ളൂ. അനിലാണ് അതിനെക്കുറിച്ച് തീരുമാനിക്കുന്നത്. എന്റെ പൊന്നെ, കൃഷിയല്ലേ മൊത്തം ഇവിടെ. ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോഴത്തേന് ഇതിന്റെ ഒരു ലാൻഡ്സ്കേപ്പ് നിങ്ങൾ നോക്കിയേ, എന്താ രസല്ലേ. ചെറിയൊരു വഴി, കറക്റ്റ് ഒരു ബസ്സിന് പോകാനുള്ള വീതിയുള്ളൂ വഴിക്ക് അല്ലേ. പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിലും ചോളമാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ചോളമുണ്ട്, പിന്നെ വാഴ കുറെ ഭാഗങ്ങളില്, പിന്നെ തെങ്ങിന്റെ കാഴ്ച വരുമ്പോ ഭയങ്കര രസമാണ്. അതെ 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 അതെ. ആ ഒരു ഫ്രെയിം അടിപൊളിയാണ്. പ്രത്യേകിച്ച് ആ ഡ്രോണിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷ്വൽ നോക്കിയല്ലേ, വാക്കുകൾക്ക് അപ്പുറമാണ്. പിന്നെ തീർച്ചയായും ആ ഒരു കാഴ്ച എത്ര ഭംഗിയാണെന്നാണ് എനിക്ക് ഈ ഒരു കാഴ്ചകൾ ഇങ്ങനെ കന്നുകാലികളൊക്കെ അതിനകത്ത് മെയിൻ ഒരു പാട്ട് ഓർമ്മയുണ്ട്. ഗോക്കളെ മേച്ചുകൊണ്ടു കളന്തി തീരം തന്നെ കാളന്തി നദി ഇവിടെ അല്ലാട്ടോ, ഗോക്കളെ മേച്ചും, അതാണ് നിങ്ങൾ കളിച്ചും ചിരിച്ചും. അതും വേണമെങ്കിൽ നമുക്ക് പാടാട്ടോ. ഭയങ്കര രസമാണ് ഈ ശരിക്കും യഥാർത്ഥ ഗ്രാമങ്ങളൊക്കെ നമുക്ക് ഈ തമിഴ്നാടിന്റെ പല ഉൾപ്രദേശങ്ങളിലാണല്ലോ ഇരിക്കുന്നത്. അതായത് അനുഭവം ഒരു കാര്യം ഞാൻ പറയാം. നമ്മളിപ്പോ ഇത്രയും ഉള്ളിലേക്ക് വന്നല്ലോ, ഇങ്ങോട്ട് ഒരു സാധാരണക്കാരായ ഒരു ടൂറിസ്റ്റുകൾക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. അപ്പൊ നമ്മള് ഗ്രാമങ്ങൾ തേടി അലഞ്ഞ് കാഴ്ചകള് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം, കാണുന്നവർക്കും പ്രേക്ഷകർക്കും, നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള പ്രേക്ഷകർക്കും സന്തോഷമാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങള് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഈ എന്താ പറയാ യാത്രകൾ ഇങ്ങനെ ഉൾഗ്രാമങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. തീർച്ചയായും. കാരണം ഇത് നമ്മൾ തേടി പിടിച്ച് കണ്ടുപിടിച്ച് ഇത് പോകണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മള് കഴിഞ്ഞ പൊള്ളാച്ചി യാത്രയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആ ഒരു യാത്രയുടെ ബുദ്ധിമുട്ട് എന്താന്നുള്ളത്. അതിനുള്ള പ്രധാന കാരണം നമ്മൾ ആ സേത്തുമട ഗ്രാമത്തിൽ പോയിട്ട് നമ്മുടെ തേന്മാങ്കൊമ്പത്ത് നിന്ന് ആ ഒരു സിനിമ ചിത്രീകരിച്ച ഒരു ഭാഗം കണ്ടെത്താനായിട്ട് നമ്മൾ എത്ര നേരം മെനക്കെട്ടു, എത്രയോ പേരോട് ആൾക്കാരോട് ചോദിച്ചു. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഉള്ളവർക്ക് തന്നെ അറിയത്തില്ല സിനിമ ഷൂട്ട്, പല ഷൂട്ടുകൾ വരുന്നുണ്ട്. മലയാള സിനിമയാണോ, തമിഴ് സിനിമയാണോ, തെലുങ്കാണോ, അങ്ങനെ അവരാരും മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഇത്രയും വർഷം പഴക്കമുള്ള സിനിമ ആകുമ്പോൾ ഒട്ടും അവർക്ക്
മനസ്സിൽ ഓർമ്മ വരില്ല. എന്തായാലും അവസാനം നമ്മൾ തേടി പിടിച്ച് അവിടെ പോയി കാഴ്ചകളൊക്കെ കണ്ടു അല്ലെ. അതൊക്കെ ഒരു നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ ഒരു ഭാഗത്തൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല ഭാഗങ്ങളിലൊക്കെ കുറെ നീളത്തിലുള്ള ബിൽഡിങ്ങുകൾ കാണുന്നില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴി ഫാമുകളാണ്. ധാരാളം കോഴി ഫാമുകൾ പൊള്ളാച്ചി ഭാഗത്ത് ഉണ്ട്. നമ്മുടെ നാട്ടിലേക്കൊക്കെ കുറെ കോഴികൾ വരുന്നുണ്ട്. അതായത് ഇപ്പൊ പാലക്കാടിന്റെ പ്രദേശങ്ങളിലേക്കൊക്കെ, പാലക്കാടിന്റെ ആ ഒരു പ്രാന്തപ്രദേശങ്ങളിലേക്കൊക്കെ ഇവിടുന്ന് വരുന്ന കോഴി തന്നെ, ഈ ഫാമിൽ നിന്ന് വരുന്ന കോഴികളൊക്കെ തന്നെ. പിന്നെ നമുക്ക് അങ്ങോട്ടൊന്നും കയറാൻ പറ്റില്ല. പല സ്ഥലങ്ങളിൽ അവർ ഈ വേലി കെട്ടിയിട്ടുണ്ട്. കുറെ സ്ഥലങ്ങൾ അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. ഇവിടെ പൊള്ളാച്ചി എന്ന് പറയുമ്പോഴത്തേനും ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് തെങ്ങിൻ തോപ്പുകളാണ്. ധാരാളം തെങ്ങ് കൃഷി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പിന്നെ ഇതിനിടയിലൂടെയാണ് ഞാൻ ഈ പറഞ്ഞ കോഴി ഫാം ആണെങ്കിലും മറ്റു പച്ചക്കറികളാണെങ്കിലും അതോടൊപ്പം തന്നെ ഈ ചോളം. ഇപ്പൊ നമ്മളൊരു ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മൾ കടന്നു വരുന്ന വഴികളിലൊക്കെ ധാരാളം ചോളം കൃഷി ചെയ്തിരിക്കുന്ന കാണാം. തക്കാളി കൃഷി ചെയ്യുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാം. ആ ഒരു സ്ഥലത്തൊക്കെ ഇറങ്ങിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാം. എന്തായാലും ഈ ഒരു മനോഹരമായ ഈ ഒരു ലാൻഡ്സ്കേപ്പിലൂടെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകണം. ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ആ മലനിരകള്, പശ്ചിമഘട്ട മലനിരകളുടെ ഒരു ഭംഗി അത് വേറെ തന്നെയാണ്. അപ്പൊ കൊക്കിരിക്കും കുളം പറ്റിയതാണ്, കുളമില്ല. അതുകൊണ്ട് കൊക്ക് നമ്മുടെ പശുവിന്റെ മേളിൽ കയറി ഇരിക്കുന്നത്. നമുക്ക് ഇവിടെ നിർത്തിയിട്ട് അത് കണ്ടാലോ ജസ്റ്റ്. അപ്പൊ ഇവിടെ നിർത്താം. നമുക്ക് ഇവിടെ നിർത്തിയിട്ട് നമുക്ക് അതൊന്നൊക്കെ കാണാം. അൽബ്രോ, എങ്ങനെയുണ്ട് നമ്മുടെ യാത്ര? യാത്ര അടിപൊളി. ഓക്കെ, ചാടി ഇറങ്ങിക്കോ, ഒന്നും പേടിക്കണ്ട. ഇതിന് കഴിഞ്ഞാൽ അനിൽ അവിടെ കിടക്കും, ഞാൻ അനുവിനെ വിളിച്ച് എടുപ്പിക്കാം. അങ്ങനെ നമ്മൾ കൃഷിസ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളിയാണ് കേട്ടോ. തക്കാളിയാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. നോക്കിയേ, എന്ത് ഭംഗിയുള്ളൊരു തോട്ടമാണ്. രണ്ട് വശത്തും തക്കാളി അല്ലേ? എങ്ങനെയുണ്ട്? അടിപൊളി. തക്കാളിത്തോട്ടം കാണുന്നത്. നിങ്ങളങ്ങനെ അധിക യാത്രകൾ ചെയ്തിട്ടില്ലല്ലോ അല്ലേ? എന്തായാലും അനിൽ ബ്രോ അമേരിക്കയിൽ നിന്ന് വന്ന് എൻ്റെയും അനുവിൻ്റെയും കൂടെ കാർഷിക ഗ്രാമത്തിലൂടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് കിടക്കുകയാണ് അല്ലേ? അതെ, എക്സ്പ്ലോറിങ്. അതെ അതെ അതെ. ഇവിടെയൊക്കെ കണ്ടോ, ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ വന്നു കഴിയുമ്പോഴത്തേനും ആ ഒരു ഭാഗത്തൊക്കെ ഈ പുതിയ കൃഷിക്ക് വേണ്ടിയിട്ട് ഒരു തയ്യാറെടുപ്പിലാണ്. അത് നിലമൊക്കെ ഉഴുത് നല്ല ഭംഗിയാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം തെങ്ങുംതോപ്പ് കാണാം കേട്ടോ. ഫാമാണ്. ഇവിടെ മുഴുവൻ അത് തന്നെയാണല്ലോ. പിന്നെ ധാരാളം കായ്ഫലങ്ങൾ കിട്ടുന്ന തെങ്ങുകളാണ്. എവിടെ നോക്കിയാലും എല്ലാ തെങ്ങിനും നോക്കി നിറഞ്ഞു കിടക്കുക തേങ്ങ. നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്രയും കായ്ഫലമുള്ള തെങ്ങുകളൊക്കെ വളരെ കുറവാണ്. പിന്നെ ഒരു ഭാഗത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് ദൂരെ കണ്ടോ, ആ മലനിരകളുടെ താഴ്ഭാഗത്തേക്ക് ആയിട്ട് കുറേ കൊക്കുകളൊക്കെ ഇങ്ങനെ പറന്നു പോകുന്ന കാഴ്ച കാണാം. പിന്നെ ഞാൻ നേരത്തെ ഒരു വില്ലേജ് തന്നെയാണ്, ഒരു ഭാഗത്തൊക്കെ വില്ലേജ് തന്നെയാണ്. പിന്നെ ഈ പറയുന്നത് പോലെ എന്താ പറയുക, ഇവിടെ ഇപ്പം ഉണ്ടോ, ഇപ്പോൾ തക്കാളിയാണ്. തക്കാളി നല്ല ഭംഗിയായിട്ട് വളർന്നു വരുന്നു. ഇപ്പോൾ പച്ച ഇതിൽ നിൽക്കുകയാണ്, പഴുത്തിട്ടൊന്നുമില്ല. ഇനി കുറച്ചുകൂടെയൊക്കെ കഴിയുമ്പോഴത്തേനും നല്ല ഭംഗിയായിട്ട് അത് വളർന്ന് വലുതാവും. അപ്പോൾ ഇനി പറിച്ച ഒരു മാർക്കറ്റിലേക്ക് എത്തും. അവിടെ നിന്ന് നമ്മുടെ നാട്ടിലേക്കൊക്കെ എത്തും അല്ലേ? നമ്മുടെ നാട്ടിലേക്കൊക്കെ വരാനുള്ള തക്കാളിയാണ് ഈ കാണുന്നത്. പൊള്ളാച്ചിയിൽ നിന്നൊക്കെ ഒരുപാട് ഇത് വരുന്നുണ്ട്, കൃഷി ചെയ്യുന്ന സാധനങ്ങൾ പാലക്കാടും ഭാഗത്തേക്കൊക്കെ വരുന്നുണ്ട്. ഒരുപാട് വരുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ട് പിന്നെ കോഴി ഫാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ കണ്ടില്ലേ പോകുന്ന വഴിയിലൊക്കെ കുറേ കോഴി ഫാമുകൾ കണ്ടില്ലേ? അതൊക്കെ അങ്ങ് മുന്നിൽ നമുക്ക് കാണാം. അവിടെയൊക്കെ ശരിക്കും കോഴികളെയൊക്കെ നല്ല രീതിയിൽ അവർ പരിപാലിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരാൻ വേണ്ടി ഒരു പരിപാലിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ തീന്മേശയിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവർ പരിപാലിപ്പിക്കുന്നുണ്ട്. പിന്നെ അങ്ങ് ദൂരെ കാണുന്നത് മലനിരകൾ കണ്ടോ, ആ പശ്ചിമഘട്ട മലനിരകൾ അല്ലേ? നല്ല രസമല്ലേ? വെസ്റ്റേൺ ഗാർഡ്സ് അല്ലേ? വെസ്റ്റേൺ ഗാർഡ്സിന്റെ ഫുഡ് ഹിൽസിലാണ് ഈ ഗ്രാമം. നമ്മുടെ ഗ്രാമത്തിന് ഒരു ഭംഗി നമ്മൾ ലോകത്ത് എവിടെ പോയാലും കാണില്ല. ഒരു പ്രത്യേക ഭംഗി നമ്മുടെ നാട്ടിൽ തന്നെ. ശരിയാ. ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, സ്വിറ്റ്സർലാൻഡ് പോലെയുള്ള സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഊട്ടി ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം. നമ്മുടെ വയനാട്ടിൽ തന്നെ ഉണ്ട് അങ്ങനത്തെ സ്ഥലങ്ങൾ. ശരിക്കും നമ്മുടെ നാട് എല്ലാത്തിനും അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയാണ്. എന്തോരം കാഴ്ചകളല്ലേ, വൈവിധ്യമാർന്ന കാഴ്ചകളാണ്. ഡൈവേഴ്സിറ്റി, അതാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അതിന് പ്രധാന കാരണം നമ്മളിപ്പം ആലപ്പുഴയ്ക്ക് പോയി കഴിഞ്ഞാൽ ബാക്ക് വാട്ടേഴ്സ്, ഹൈറേഞ്ച് മേഖലയിലേക്ക് ഇടുക്കി ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ മലനിരകളും തേയിലത്തോട്ടങ്ങളും, വയനാട് പോയി കഴിഞ്ഞാൽ അതേ സമാനമായ കാഴ്ചകൾ, കടൽ തീരങ്ങൾ, ഇത്രയും കോസ്റ്റൽ ഏരിയാസ്. നമ്മുടെ ഇത്രയും മനോഹരമായ സ്ഥലങ്ങൾ വേറെ എവിടെയാ ഒത്തിണങ്ങിയ ഒരു സ്ഥലം എവിടെയുള്ളത്? കേരളം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് തന്നെ പറയുന്നത്. ഒത്തിരി ടൂറിസ്റ്റ് ഒക്കെ അട്രാക്ഷൻ കേരളമാണ്. പിന്നെ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി വിദേശികളൊക്കെ വരുന്ന രീതിയിൽ അവർക്കും കൂടെ ഒരു സപ്പോർട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും നമ്മുടെ നാടെന്ന് പറയുന്നത് അല്ലേ? അതൊക്കെ ഇനി ഭാവിയിലേക്ക് വരുമായിരിക്കും. ടൂറിസം ഒക്കെ നല്ല രീതിയിൽ അങ്ങ് സെറ്റായിട്ട് വരണം. നമ്മളിപ്പോൾ തമിഴ്നാടും മറ്റ് സംസ്ഥാനങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്ത് കാഴ്ചകൾ കാണുന്ന പോലെ തന്നെ അവിടെ നിന്ന്, അതായത് പുറം രാജ്യങ്ങളിൽ നിന്ന് എല്ലാവരും വന്ന് നമ്മുടെ നാടൊക്കെ കാണുക. അങ്ങോട്ട് പോകാനാണ്, പുറത്തോട്ട് പോകാൻ. പക്ഷേ നമ്മുടെ നാട്ടിൽ തന്നെ ഒത്തിരി സ്ഥലങ്ങൾ, ഗ്രാമങ്ങൾ കാണാനുണ്ട്, ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ വിശേഷങ്ങൾ. എന്തായാലും ഒരു കാർഷിക ഗ്രാമം തന്നെയാണ് ഈ ഭാഗം മുഴുവനും. ഒരുപാട് പാടശേഖരങ്ങൾ, ഏക്കർ കണക്കിന് പാടശേഖരങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഒരു ഭാഗത്ത് ചോളവും മറുഭാഗത്ത് തക്കാളിയും മറ്റ് കൃഷികൾ, കടുക് ഒക്കെ കൃഷി ചെയ്തിരിക്കുന്ന കന്നുകാലി വളർത്തലൊക്കെ നമുക്ക് കാണാൻ കഴിയും. കോഴി ഫാം എല്ലാം. പിന്നെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ അങ്ങ് മുന്നോട്ട് യാത്ര തുടരാം.
ചായ കുടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു കേട്ടോ. ഒരു ചെറിയ കട. നമ്മൾ ചായ കുടിക്കാതെ ഗ്രാമങ്ങളിൽ നിന്നുള്ള യാത്ര ഇല്ല. ടീ ഇറക്കാം. അപ്പോൾ നിങ്ങൾ ചായ കുടിക്കുന്നില്ല ഇനി ഉണ്ടോ? ഓക്കെ, അങ്ങനെ ആകുമ്പം ഒരു ടീ. ചെറിയ അടുപ്പും സമാവറും സെറ്റപ്പ് അല്ലേ? സമാവർ ഇതൊരു പുതിയ ടൈപ്പ് സമാവറാണ്. പഴയ സമാവർ വ്യത്യാസമുണ്ട്. പഴയ സമാവർ നിങ്ങൾ കണ്ടില്ല, ഇങ്ങനെ വലിയൊരു കുടം അങ്ങനത്തെ ഒരു സംഭവം. ഇതിപ്പോൾ ഒരു പുതിയ ടൈപ്പ് സംഭവമാണ് സമാവറിൻ്റെ. അപ്പോൾ ഇവിടെയൊക്കെ ആ ഒരു സംവിധാനം മാറി കാലത്തിനനുസരിച്ച് അവർ മാറുന്നുണ്ട്. പക്ഷേ അതിനോട് ചേർന്നതാ പഴയ മണ്ണിൻ്റെ അടുപ്പ് കണ്ടോ. അപ്പോൾ അവിടെ ഇരിക്കാം. ഇവിടെ ഒരു അപ്പൂപ്പൻ പത്രമൊക്കെ വായിച്ചിരിപ്പുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ വായിച്ചോ, തമിഴായതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ചായ കിട്ടി കേട്ടോ. അനൂപ ചായ കുടിക്കുന്നെന്ന് പറഞ്ഞു, അനിൽ ബ്രോയും ചായ കുടിക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ മാത്രമാണ് ചായ കുടിക്കുന്നത്. ചായ കുടിയോട് ചായ കുടി. അല്ല, വേറൊരു കാര്യമുണ്ട്. നമുക്ക് ഇങ്ങനത്തെ ഗ്രാമങ്ങളിൽ വരുമ്പോഴത്തേനും ഈ ചെറിയ കടകളൊക്കെ കാണുമ്പോൾ എനിക്കൊരു ചായ കുടിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞു എന്തായാലും ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് നിർത്തിച്ചതാണ്. അനൂപ് പിന്നെ എൻ്റെ കൂടിയ പിന്നെയാണ് വല്ലപ്പോഴെങ്കിലും ചായ കുടിക്കുന്നത്. അദ്ദേഹം പറയാതെ ഈ കുറേ വർഷങ്ങളായിട്ട് ചായ കുടിക്കാറില്ലായിരുന്നു. എൻ്റെ കൂടി കഴിഞ്ഞ യാത്രയിൽ ഞാനും അനൂപും കൂടെ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്ന സമയത്താണ് ഫസ്റ്റ് ചായ കുടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പുള്ളി ഈ യാത്രയിൽ നമ്മോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങൾ വന്ന സമയത്തും 1-2 ചായ കുടിച്ചു. ഇന്ന് പുള്ളി പറഞ്ഞു എനിക്ക് വേണ്ട, എന്നെക്കൊണ്ട് പറ്റും തോന്നുന്നില്ല ഷാജിട്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കിത് ശീലമായതുകൊണ്ട് പിന്നെ അത്ര കുഴപ്പമില്ല. സാധാരണ രീതിയിൽ നമ്മൾ അറിയാമല്ലോ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഗ്രാമത്തിൽ നിന്ന് ചായ കുടിച്ച് അവരോടൊക്കെ സംസാരിച്ച് പോകുമ്പോൾ ഒരു വലിയ സന്തോഷമാണ്. അതുകൊണ്ട് ചായ കുടിക്കുന്നതാണ്. അല്ലാതെ ചായ പ്രിയനല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും നമുക്ക് ഈ ഗ്രാമം കാണുമ്പോഴും ഇവിടുത്തെ ആൾക്കാരെയൊക്കെ കാണുമ്പോഴും പിന്നെ ഈ ഗ്രാമങ്ങളിലെ ചായക്കടയിൽ നിന്നൊരു ചായ കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് അങ്ങ് ചായ കുടിക്കണം കേട്ടോ. അപ്പം നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയും ഞാനങ്ങ് ചായ കുടിക്കാം. അതേ ഇപ്പം മാർഗ്ഗമുള്ളൂ. നല്ല ചായ. ഈ ഗ്രാമങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കറിയാലോ, പൊതുവേ മൊത്തത്തിൽ ഈ പാലെന്നൊക്കെ പറയുമ്പോഴത്തേനും ഇവിടെ അടുത്തുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും വീടുകളിൽ നിന്ന് വരുന്ന പാലാണ് അവർ ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ടേസ്റ്റിൽ വ്യത്യാസം കാണും. പാക്കറ്റ് പാലൊന്നും ആയിരിക്കില്ല ഇവർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ചായയുടെ ടേസ്റ്റിൽ തന്നെ വ്യത്യാസമുണ്ട്. പിന്നെ തമിഴ്നാട്ടിലെ ചായ പൊതുവേ മൊത്തത്തിൽ നല്ല ടേസ്റ്റാണ് കുടിക്കാനായിട്ട്. പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. എന്തായാലും അനൂപിനും അനിലിനും ചായ വേണ്ടാത്ത സ്ഥിതിക്ക് ഞാൻ ചായ കുടിച്ചുകൊണ്ട് നമ്മുടെ യാത്ര മുന്നോട്ട് തുടരാം. അങ്ങനെ നമ്മുടെ യാത്രയുടെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് അമ്പ്രമ്പാളയം എന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഗ്രാമം. ഇവിടെയുള്ള കുറേ ആൾക്കാരൊക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചു. വളരെ സ്നേഹമുള്ള ആൾക്കാർ കേട്ടോ. എല്ലാ ഗ്രാമങ്ങളിലും ചെല്ലുമ്പോൾ നമുക്ക് നേരിടുന്ന ഒരു പ്രധാന ചോദ്യം എന്ന് പറയുന്നത് ഇതായിരിക്കും, എന്തിനാണ് വീഡിയോ എടുക്കുന്നത്? സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള വീഡിയോസൊന്നും ഗ്രാമങ്ങളിലൊന്നും ആരും പോയി എടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ആവാം അവർ അങ്ങനെ ചോദിക്കുന്നത്. പിന്നെ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ വന്ന് പരിചയപ്പെട്ടു, നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ ചോദിച്ച് അവർ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ അവരുടെ ആ ഒരു സ്നേഹം അങ്ങനെയാണ്. എന്തായാലും വീഡിയോ ഒക്കെ കാണാമെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ തമിഴ്നാട്ടിലൂടെയുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഗ്രാമക്കാഴ്ചകളും ഈ ഗ്രാമത്തിനെ കുറിച്ചൊക്കെ അറിയാനായിട്ട്, അതായത് മറ്റ് ഗ്രാമങ്ങളെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് അവർക്ക് വലിയ താല്പര്യം. അവരും പറഞ്ഞു നല്ല രസമുണ്ട് കേട്ടോ കാണാനൊക്കെ. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും, പഴയ വീടുകളാണ്, നല്ല ചെറിയ ചെറിയ വീടുകൾ. ആ ഒരു തമിഴ് ടിപ്പിക്കൽ ഗ്രാമങ്ങളിൽ കണ്ടുവരുന്ന രീതിയിലുള്ള വീടുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. പിന്നെ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് മാറിയിരിക്കുന്ന കോൺക്രീറ്റ് വീടുകളും നമുക്കിവിടെ കാണാൻ കഴിയും. പക്ഷെ അതൊക്കെ വളരെ വിരളമായിട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ. നമുക്ക് കൂടുതലും കാണാൻ കഴിയുന്നത് സിമെൻറ്റ് ഷീറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന വീടുകളും ഓടുമേഞ്ഞ വീടുകളും തന്നെയാണ്. പിന്നെ ഇവിടുത്തെ നല്ലവരായ മനുഷ്യരും. എന്ത് രസമാണ് നോക്കി ഈ ഒരു ഗ്രാമം കാണാൻ തന്നെ. ശരിക്കും തമിഴ്നാടിൻ്റെ ഉൾഗ്രാമ കാഴ്ചകൾ എപ്പോഴും നല്ല ഭംഗിയാണ്. ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് അവരൊക്കെ ആയിട്ട് സംസാരിച്ച് അവിടെ ചായക്കടയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി ചായയൊക്കെ കുടിച്ച് ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ യാത്ര മുന്നോട്ട് പോകുമ്പോൾ എന്തായാലും ഈ അമ്പ്രമ്പാളയത്തിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടതിന് ശേഷം നമ്മുടെ ബാക്കി യാത്ര തുടരാം.
അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ഭാഗത്ത് വന്ന് ഇപ്പം പേരയ്ക്ക വെക്കുന്നു. എவ்வளோ കിലോ? 70 രൂപ. ഓക്കെ, ഒരു 3 പീസോളം വരും. പഴുത്ത് നോക്കി 3 പീസല്ല, 3 எல்லாமே படுத்தா கட் பண்ணி தரணும். ஓகே, எவ்வளோ வந்து? 1 கிலோ போட்டா? 1 கிலோ போட்டா. சரி, கட் பண்ணி செட் ஆகி எல்லாத்தையும் கட் பண்ணுறதுங்களா? எல்லாமே கட் பண்ணு. இப்போ சாப்பிட்றதுக்கு സ്കാനർ വരെ ഉണ്ട്. ഇത് ഇங்கே തോട്ടത്തിൽ തന്നെ. അപ്പോൾ എന്തായാലും അങ്ങനെ പേരയ്ക്ക നമ്മൾ വാങ്ങിച്ചു. 70 രൂപയാണ് കിലോയ്ക്ക്. നാട്ടിലെ വില എനിക്ക് എന്താണെന്ന് അറിയില്ല. അനു പറയുന്നത് 100 രൂപയ്ക്ക് ആവും എന്നൊക്കെ പറഞ്ഞത്. 100 രൂപ? ഓക്കെ, അനു 120 രൂപ എന്നൊക്കെ പറയുന്നുണ്ട്, എനിക്കറിയില്ല. എന്തായാലും കുറച്ച് പൊടിയൊക്കെ ഇട്ട് നമുക്ക് പേരയ്ക്ക കഴിക്കാം. വരുന്ന വഴിക്ക് വളരെ യാദൃശ്യമായി കണ്ടതാണ്. ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണം എന്തായാലും നമുക്ക് കിട്ടിയില്ല. അത് കിട്ടില്ല, അത് വേറൊരു സത്യം. ഗ്രാമങ്ങളിലൂടെ പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ, ഊണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കഴിക്കാമെന്ന് പറയുന്നത് അത്ര ഈസി അല്ല. കാരണം ഇവിടെയൊക്കെ നമുക്ക് ചുറ്റും കാണാൻ കഴിയും തെങ്ങുന്നോപ്പ്. അവിടെ പോയിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. അപ്പോൾ എന്തായാലും നമുക്കിനി ഈ പേരക്ക കഴിച്ച് നമ്മുടെ വിശപ്പടക്കിക്കൊണ്ട് നമ്മുടെ യാത്ര തുടരാം. ഇതിൻ്റെ ഒരു ഭാഗത്ത് കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഏക്കർ കണക്കിന് പേരക്ക കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വരുന്ന പേരക്കയാണെന്നാണ് ഇവർ പറഞ്ഞത്. ശരിയാവാം, കാരണം നമുക്ക് കാണാം ഇവിടെ തൊട്ട് മുന്നിൽ തന്നെ പേരക്ക തോട്ടമുണ്ട്. നല്ല അത്യാവശ്യം നല്ല സൈസുള്ള പേരക്ക ഉണ്ടോ? അത്യാവശ്യം നല്ല സൈസുള്ള പേരക്ക. അപ്പോൾ എന്തായാലും ഇനി ഇത് കഴിച്ച് നമുക്ക് ബാക്കി യാത്ര മുന്നോട്ട് തുടരാം. അങ്ങനെ എന്തായാലും ഗ്രാമത്തിലൂടെ ഓരോ കാഴ്ചകൾ കണ്ട് നടക്കുന്ന സമയത്ത് വളരെ യാദൃശ്ചികമായി കണ്ട ഒരു കനാലാണ്. ഈ കനാലിൻ്റെ ഒരു ഫ്രെയിം, കനാലൊക്കെ നമ്മുടെ നാട്ടിലൂടെ ഉണ്ട്, പക്ഷേ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഫ്രെയിം കാണുന്ന ഒരു കനാൽ ചിലപ്പോൾ ഇത് ആദ്യമായിട്ടായിരിക്കും. അത്രയും മനോഹരമായ ഒരു കനാൽ ശരിക്കും നമ്മളെ ആശ്ചര്യപ്പെടുത്തി. അനുവ് പറയുക ഇവിടെ വന്ന് നമുക്ക് നല്ല ഡ്രോൺ വിഷ്വൽസ് എടുക്കാം. ആ ഡ്രോൺ അങ്ങ് പറത്തിയപ്പോഴത്തേനും നമ്മൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് അത്ര ഭംഗിയാർന്ന കാഴ്ച എന്നറിയാം. അത്രയും മനോഹരമായ കാഴ്ച തന്നെയാണ്. അത് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കില്ല. ഇവിടെയൊക്കെ ധാരാളം തെങ്ങുംതോപ്പുകളാണ്. ഈ ഒരു ഭാഗത്ത് തെങ്ങുംതോപ്പ്, അതോടൊപ്പം തന്നെ ഈ ഒരു ഭാഗത്ത് തെങ്ങുംതോപ്പ്. പിന്നെ അവിടെ ഒരു നായ കിടന്ന് കുരയ്ക്കുന്നുണ്ട്. ഗ്രാമമൊക്കെ ആകുമ്പോഴത്തേനും അറിയാമല്ലോ, എല്ലാ വീടുകളിലും ഇതുപോലെ ഒറ്റപ്പെട്ട വീടുകളാണ്. എന്നിരുന്നാൽ പോലും അവിടെയൊക്കെ ഓരോ നായ്ക്കൾ കാണും. നമ്മൾ സൂക്ഷിക്കണം. ഇങ്ങനെയുള്ള യാത്രകളൊക്കെ പോകുമ്പോഴത്തേനും നായ കടിക്കാതൊക്കെ നമ്മൾ നോക്കണം. അവിടെ ഇരുന്ന് കുരയ്ക്കുന്നുണ്ട്. എന്തായാലും അയച്ചു വിട്ടിട്ടില്ല എന്നുള്ളതാണ് ഭാഗ്യം. അപ്പോൾ എന്തായാലും പറഞ്ഞു വന്നത് ഈ ഒരു സ്ഥലത്തെക്കുറിച്ചാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രെയിമാണ് നമ്മൾ ഈ കാണുന്നത്. ആടിങ്ങനെ അങ്ങ് പോകുന്ന കാഴ്ച ഉണ്ട്. എന്ത് രസമാണ് ഈ കനാലിൻ്റെ ഓരത്തുകൂടി അതിങ്ങനെ പോകുന്നു. നമ്മുടെ ഡ്രോൺ പറത്തുമ്പോൾ ആട്, വാഹനം, ആ ഒരു മലനിരകൾ എല്ലാം കൊണ്ടും നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എത്ര ഭംഗിയാർന്ന കാഴ്ച നോക്കി. ശരിക്കും കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോഴത്തേനും ഇത്രയും വിശാലമായ കൃഷിയിടങ്ങളും അതോടൊപ്പം തന്നെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴത്തേനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് കേട്ടോ. അതായത് വളരെ ഹൃദ്യമായ കാഴ്ച. എന്തായാലും പൊള്ളാച്ചിയുടെ സമീപ പ്രദേശങ്ങളെല്ലാം ഈ തെങ്ങുംതോപ്പുകൾ കൊണ്ട്, നാളികേരങ്ങൾ കൊണ്ട് സമൃദ്ധമായ ഒരിടം തന്നെയാണ്. അത് പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ശരിക്കും ഓരോ സ്ഥലത്ത് എത്തുമ്പോഴത്തേനും നമുക്ക് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കാഴ്ചാനുഭൂതി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്തത്. പിന്നെ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നതും ഈ പറയുന്ന നാളികേരമാണ്. കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് തേങ്ങ, നാളികേരങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്ന അല്ലെങ്കിൽ ഇരിക്കുന്ന ഈ ഒരു സ്ഥലവും ഈ ഒരു കനാലും വളരെ ഭംഗിയാർന്ന കാഴ്ച സമ്മാനിക്കുന്ന ഒരിടം തന്നെയാണ്. എന്തായാലും ഗ്രാമത്തിലൂടെയുള്ള യാത്രകളൊക്കെ കണ്ട് ഉടുമ്പൽപേട്ട് റൂട്ടിൽ ഇങ്ങനെ പോരുന്ന വഴിക്കാണ് നമ്മുടെ തിരുമൂർത്തി ഡാം. അതോടൊപ്പം തന്നെ അതിനോട് ചേർന്ന് തിരുമൂർത്തി വാട്ടർഫോൾ. പിന്നെ തിരുമൂർത്തി വാട്ടർഫോളിനോട് ചേർന്ന് തന്നെ ഒരു മുരുകക്ഷേത്രമുണ്ട്. ഈ മുരുകക്ഷേത്രത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നത്. വളരെ മനോഹരമായൊരു പ്രദേശമാണ്. പണ്ടൊരിക്കൽ ഞാനും അനിൽ സാറും ഈ ഒരു സ്ഥലത്ത് വരികയും ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കുറേയൊക്കെ നമ്മൾ പങ്കുവച്ചിരുന്നു. ഓരോ സമയം വരുമ്പോഴും ഓരോ കാഴ്ചകളാണ്. ഈ മലയോര മേഖലകളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, വേനൽക്കാല സമയങ്ങൾക്ക് അത്ര ഭംഗി ഉണ്ടാകില്ല. പക്ഷേ മഴക്കാലവും മറ്റു സമയങ്ങളിലൊക്കെ വന്നു കഴിയുമ്പോൾ എപ്പോഴും നല്ല ഒരു മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം, ഇത് തിരുമൂർത്തി ഡാമാണ് കേട്ടോ. ഇത് പ്രധാനമായിട്ടും ജലസേചനത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കാർഷിക ആവശ്യങ്ങൾക്കായിട്ടുള്ള ജലം ഇവിടെ നിന്ന് പല ഭാഗങ്ങളിലേക്ക്, തമിഴ്നാട്ടിൻ്റെ പല ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ ഒരു ഡാമും ഇതിനോട് ചുറ്റപ്പെട്ട പ്രദേശങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് തിരുപ്പൂർ ജില്ലയിലാണ്. നമ്മൾ വന്നത് പൊള്ളാച്ചിയിൽ നിന്നാണ്. പൊള്ളാച്ചിയിൽ നിന്ന് അധികം ദൂരമില്ല ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേരാനായിട്ട്. ഏകദേശം ഒരു 40 കിലോമീറ്റർ താഴെയുള്ളതാണ് ഞാൻ കരുതുന്നത്. എന്തായാലും നമ്മൾ യാത്രയൊക്കെ ചെയ്ത് ഇത്രയും ദൂരം വരണമെന്നൊന്നും നമ്മൾ വിചാരിച്ചിരുന്നതല്ല. പക്ഷേ വളരെ യാദൃശ്യമായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേരുകയും പിന്നെ അനൂപും അനിലൊന്നും ഈ ഒരു സ്ഥലമൊന്നും വന്ന് കണ്ടിട്ടുമില്ല. അപ്പോൾ അവരെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്ന്
ഈ ഒരു സ്ഥലം കൂടെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേർന്നത്. എന്തായാലും മൊത്തത്തിൽ ഒരു മനോഹരമായ ഒരു ഭൂപ്രദേശത്ത് തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പരന്നു കിടക്കുന്ന ഈ ഒരു തിരുമൂർത്തി ഡാമിൻ്റെ ഈ ഒരു റിസർവെയർ നല്ല ഭംഗിയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട്. മാത്രമല്ല നമ്മുടെ ഒരു ഭാഗത്ത് പശ്ചിമഘട്ട മലനിരകളുടെ ഭംഗിയും വെള്ളച്ചാട്ടങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു മനോഹരമായൊരു ഭൂപ്രദേശമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന തിരുമൂർത്തി ഡാമും തിരുമൂർത്തി വാട്ടർഫോളും ആ മുരുകക്ഷേത്രമൊക്കെ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ഭാഗം. ചില സമയങ്ങളിലൊക്കെ ഈ ഡാമിൻ്റെ ഒരു ഭാഗത്തൂടി ആൾക്കാരൊക്കെ നടന്നു പോകുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നില്ല, കാരണം ഗേറ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഇവിടെ നിന്നുള്ള ആ ഒരു മനോഹരമായ ഡാമിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്കിനി നമ്മുടെ മുന്നോട്ടുള്ള യാത്ര തുടരാം. അങ്ങനെ എന്തായാലും ഡാമിൻ്റെ അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിതാ മുന്നോട്ട് യാത്ര തുടരുകയാണ് കേട്ടോ. പോരുന്ന വഴിയിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ വനഭൂമി കാണാൻ കഴിഞ്ഞു. പിന്നെ കുറച്ച് നാട്ടിൻപുറങ്ങളൊക്കെ തന്നെയാണ്, തെങ്ങും കവുങ്ങും അതോടൊപ്പം തന്നെ മറ്റ് കൃഷികളൊക്കെ നമുക്ക് കാണാം. ഏറ്റവും കൂടുതൽ തെങ്ങ് തന്നെയാണ്. പൊള്ളാച്ചിയും ഈ പരിസര പ്രദേശങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ തെങ്ങ് തന്നെയാണ്. അങ്ങനെ നാടും കാടുമായിട്ട് ഇടകലർന്ന് ഉള്ള ഒരു സ്ഥലമാണ് ഈ തിരുമൂർത്തി വാട്ടർഫോളും അതിനോട് ചേർന്നുള്ള ഡാമും. അങ്ങനെ കുറച്ചുകൂടിയൊക്കെ ദൂരം മുന്നോട്ട് വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ തിരുമൂർത്തി വാട്ടർഫോൾ സ്ഥിതി ചെയ്യുന്ന ഒരു ഭാഗത്തേക്ക് പോകണമെങ്കിൽ വാഹനം പാർക്ക് ചെയ്ത് നമ്മൾ ഫീ കൊടുക്കണം. ഇവിടെ ഒരു അണ്ണൻ കൈ നീട്ടുന്നുണ്ട്. എவ்வளோ അണ്ണൻ? 50 രൂപ, 50 റുപ്പീസാ. അപ്പോൾ അങ്ങനെ എന്തായാലും പാർക്കിംഗ് ഫീ ഒക്കെ കൊടുത്തതാ കുറച്ചുകൂടിയൊക്കെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വാഹനം പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ കിട്ടും. 50 രൂപ ഫീ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് മുന്നോട്ട് പോരാനായിട്ട് സാധിക്കുകയുള്ളൂ. 5 മണി വരെ ഉള്ളൂ അല്ലേ? ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്കിനി അവിടെ എത്താം. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വാട്ടർഫോളും അതോടൊപ്പം തന്നെ ആ ഒരു കോവിലൊക്കെ കാണാം, ക്ഷേത്രമൊക്കെ കണ്ട് നമുക്ക് തിരിച്ചു പോകാം. ഏകദേശം നമ്മളിപ്പോൾ ആ കോവിലിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരാറായി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ചെറിയ കടകളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട്, കടകൾ നടത്തുന്നുണ്ട്. ഇനി അങ്ങോട്ട് എന്തായാലും കുറച്ചുകൂടിയൊക്കെ ദൂരം പോയി കഴിഞ്ഞാൽ കാട് തുടങ്ങും. കാടിനുള്ളിലൂടെ നടന്നു പോയെങ്കിൽ മാത്രമേ ആ ഒരു വാട്ടർഫോൾ സ്ഥിതി ചെയ്യുന്ന ഒരു ഭാഗത്തേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ. നമുക്കങ്ങനെ അങ്ങ് പോകാം ഈ വഴിയിലൂടെ. ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട് കേട്ടോ. വീടുകളൊക്കെ ഓല മേഞ്ഞ വീടുകളും അതോടൊപ്പം തന്നെ സിമെൻറ്റ് ഷീറ്റ് മേൽക്കൂരയായിട്ട് നിർമ്മിച്ച വീടുകളൊക്കെ കാണാം. ഇവിടെയൊക്കെ കണ്ട പഴയ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. മുള ഒക്കെ കൊണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച വീടുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. എനിക്ക് തോന്നുന്നു ഇതൊരു ട്രൈബൽ മേഖലയാകാനുള്ള സാധ്യതയുണ്ട്. വനമേഖല ആയതുകൊണ്ട് അതിനോട് ചുറ്റപ്പെട്ടൊക്കെ എപ്പോഴും ട്രൈബൽസ് താമസിക്കുന്ന ഇടം തന്നെയായിരിക്കണം. അങ്ങനെ വാഹനം പാർക്ക് ചെയ്യുന്ന ഭാഗത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്കിനി വാഹനം പാർക്ക് ചെയ്യാം. ഒന്ന് നല്ല തിരക്കാണ് കേട്ടോ. ഇന്ന് ക്ഷേത്രത്തിലൊരു ഉത്സവമുണ്ടോ ഇത്രയും തിരക്ക്? പോട്ടെ. ഓക്കേ, സെറ്റ്. പാർക്ക് ചെയ്തു. സ്റ്റിയറിംഗ് വലിച്ച് ഓടിച്ചെടുക്കണോ? സ്റ്റിയറിംഗ് വലിച്ചു തിരിച്ച് ഓടിച്ചെടുക്കണോ? അങ്ങനെ എന്തായാലും വാഹനമൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ആ ഒരു വാട്ടർഫോൾ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ക്ഷേത്രം ഉള്ളതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് ഭക്തജനങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് നല്ല തിരക്കാണ് ഇന്നിപ്പോൾ. പിന്നെ മുരുകൻ്റെ ക്ഷേത്രമാണ്, അറിയാമല്ലോ. മുരുകൻ്റെ ക്ഷേത്രമാകുമ്പം ഒരുപാട് ആൾക്കാർ, ഈ പളനി പോകുന്ന ആൾക്കാരൊക്കെ ഈ ഒരു ക്ഷേത്രം സന്ദർശിക്കാറുണ്ട്. പ്രത്യേകിച്ച് പളനിക്ക് അടുത്തുള്ളൊരു ക്ഷേത്രമായതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഈ ഒരു സ്ഥലത്ത് വന്ന് ഇവിടെ നിന്ന് തൊഴുത് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് അവർ പോകുന്നത്. പോകുന്ന വഴിയിലൊക്കെ കണ്ടോ ഇതുപോലത്തെ ചെറിയ ചെറിയ കടകൾ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ധാരാളം ആൾക്കാർ വരുന്നതുകൊണ്ടേ ഇവിടെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുതൽക്കൂട്ടാണ് ഈ കടകൾ. പലതരത്തിലുള്ള വിഭവങ്ങൾ അവർ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് ഗേറ്റിൻ്റെ അവിടേക്ക് എത്തിച്ചേർന്നു. ഈ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്കാണ് എത്തിച്ചേരുന്നത്. ഇതാണ് കേട്ടോ ക്ഷേത്രം. ഈ ഒരു പാലം കടന്ന് നമ്മൾ ടിക്കറ്റ് എടുത്ത് നേരെ വാട്ടർഫോൾ സ്ഥിതി ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. കുറേ ആൾക്കാർ വാട്ടർഫോളിലൊക്കെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരുന്നുണ്ട്. ഇങ്ങനെ തിരുമൂർത്തി വാട്ടർഫോളിൽ നിന്ന് വെള്ളച്ചാട്ടത്തിൽ നിന്ന് വെള്ളം ഒഴുകി ഇങ്ങനെ വന്ന് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ സമീപത്തുകൂടി കടന്ന് ഇങ്ങനെ തിരുമൂർത്തി ഡാമിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് ടിക്കറ്റ് എടുക്കാം കേട്ടോ. എൻട്രി ടിക്കറ്റ് ഇവിടെ കിട്ടും. 3 പേര് 3 പേര് എടുക്കും 3 പേര്. അങ്ങനെ എന്തായാലും നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തത് അകത്തേക്ക് പ്രവേശിച്ചു. കയറി വരുമ്പോൾ തന്നെ കാണുന്നത് നല്ലൊരു മനോഹരമായ ചിത്രമാണ് ആനയുടെ. ഇനി കുറച്ചുകൂടിയൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധാരാളം കുരങ്ങന്മാരാണ് കേട്ടോ. വേറെ ഒന്നും കാണാൻ കഴിയില്ല. ആനയുടെ ചിത്രം വെച്ചെങ്കിലും
ആന ഈ ഒരു സമയത്തൊന്നും വരില്ല എന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കേട്ടോ. ആനയുടെ ചിന്താഗതികൾ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. എന്തായാലും വരില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് നടക്കാനേ സാധിക്കുകയുള്ളൂ. 5 രൂപയാണ് കേട്ടോ ഒരാൾക്ക് ടിക്കറ്റ്. കണ്ടോ, നമ്മളിനി പോകുന്ന വഴിയിൽ ഇനി കാണാൻ കഴിയുന്ന ധാരാളം വ്യത്യസ്തമായിട്ടുള്ള മരങ്ങൾ കാണാം കേട്ടോ. പല മരങ്ങളുടെ പേരൊന്നും എനിക്കറിയില്ല, എങ്കിലും അറിയാവുന്നൊരു മരം പുളി മാത്രമാണ്. പുളിമരങ്ങളൊക്കെ ചില സ്ഥലങ്ങളിൽ നിൽപ്പുണ്ട്. പിന്നെ കുറച്ചുകൂടിയൊക്കെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പാറപ്പുറങ്ങളിലൊക്കെ കള്ളിമുള്ളിച്ചെടികളൊക്കെ നിൽപ്പുണ്ട് ധാരാളം. കള്ളിമുള്ളിച്ചെടികളൊക്കെ നമുക്ക് വരുന്ന വഴിയിലൊക്കെ കാണാൻ കഴിയും. ഇനി എന്തായാലും കുറച്ച് ദൂരം നമുക്ക് നടക്കാനുണ്ട്. പക്ഷെ നടക്കുന്ന വഴിയൊക്കെ ആണെങ്കിൽ നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് തന്നെ അവർ കെട്ടി പടവുകളൊക്കെ തീർത്തിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇനി കൈവരികളുണ്ട്, അതുകൊണ്ട് പ്രായമായ ആൾക്കാർക്ക് പിടിച്ച് പതുക്കെ വരാനായിട്ട് സാധിക്കും. എന്തായാലും ഓരോ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ അങ്ങ് പോവാം. അങ്ങനെ കുരങ്ങന്മാരെയൊക്കെ കണ്ടു തുടങ്ങി. നമ്മളാണെന്ന് തോന്നുന്നു അവസാനമായിട്ട് അങ്ങോട്ട് പോകുന്നത്. എല്ലാവരും കുളിച്ചിട്ടൊക്കെ തിരിച്ചു വരുമ്പം നമ്മൾ അങ്ങോട്ട് പോവാം. അയ്യോ, ഒരു കുട്ടി കുരങ്ങും അമ്മയും. അനുപേ, അപ്പോൾ എന്തായാലും നമ്മൾ ഈ വഴിയിലൂടെ യാത്ര ചെയ്യണമല്ലോ, ദിവസം നടക്കുകയാണല്ലോ. ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഭംഗി ശരിക്കും പറഞ്ഞാൽ എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. അത്രമാത്രം എന്നാ പറഞ്ഞത്, ചുറ്റും ഇങ്ങനെ തിങ്ങി നിറഞ്ഞ മരങ്ങൾക്കിടയിലൂടെ എനിക്കാണ് വള്ളിച്ചെടികളെ കൂടുതൽ വള്ളിച്ചെടികൾ ഒരു പ്രത്യേക രീതിയിലുള്ള മരം കേട്ടോ. ഒരുപാട് മരങ്ങളുണ്ട്, കാണുമ്പോൾ നമുക്ക് അറിയാം. വലിയ പൊക്കമുള്ള വലിയ ഭയങ്കര മരമല്ല, പക്ഷെ എന്നാലും തണൽ മരങ്ങൾ പോലെ ഇങ്ങനെ ചുറ്റും നിൽക്കുവാണ്. വഴിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ്. വാട്ടർഫോൾസ് നമുക്ക് മുരുകന ക്ഷേത്രത്തിൽ ഏകദേശം 1 കിലോമീറ്റർ നടക്കാണ്ടല്ലേ? 1 കിലോമീറ്റർ എന്തായാലും ഉണ്ടോ അറ്റ്ലീസ്റ്റ് ഉണ്ടാവും. പക്ഷെ എന്നാലും ഈ വഴി ഇതുപോലെ നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് പ്രായമായ എല്ലാവർക്കും, പ്രായഭേദമന്യേ എല്ലാവർക്കും ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുന്നുള്ളതാണ്. പിന്നെയല്ല, വെറും 5 രൂപ മാത്രം മുടക്കിയാൽ മതി ഇവിടെ വരാൻ. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ നിങ്ങൾ പൈസ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും വെള്ളം വാട്ടർഫോൾ നിങ്ങൾ പൈസ വാങ്ങിച്ച കുഴപ്പമില്ല, പക്ഷെ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടാൽ വളരെ ഉപകാരമായിരുന്നു കേട്ടോ. ഫെസിലിറ്റീസ് വരുന്ന സഞ്ചാരികൾക്ക് അതൊരു നല്ലൊരു കാര്യമായിരിക്കും. ഇവിടെ 5 രൂപ മേടിച്ചിട്ട് 100 രൂപയുടെ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കി വെച്ചാണ് അല്ലേ? അതെ അതെ അതെ. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു സ്ഥലത്തൊക്കെ കണ്ടോ ധാരാളം ഈ മരങ്ങളുള്ളതുകൊണ്ട് തണലുള്ളത് കൊണ്ടും ആൾക്കാർക്ക് വളരെ അനായാസം നമുക്ക് ഈ വെയിലൊക്കെ കൊള്ളാതെ, ഇപ്പം വേനൽക്കാലത്ത് വന്നാൽ പോലും വെയിൽ കൊള്ളാതെ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ കഴിയും. പിന്നെ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പൊ അത്യാവശ്യം ചൂടുണ്ടായാലും ഇങ്ങോട്ട് കയറുമ്പോൾ തണുപ്പല്ലേ? അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ വരുന്ന വഴിയിലൊക്കെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാം കേട്ടോ. പക്ഷേ ഇതിനേക്കാളൊക്കെ ഭംഗിയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്ന വെള്ളച്ചാട്ടം. ഇനിയിപ്പോൾ അധികം ദൂരമല്ല, പെട്ടെന്ന് നമ്മൾ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. പോകുന്ന വഴിയിൽ നമുക്കൊരു ചെറിയ പാലമൊക്കെ ഉണ്ട്. പാലം ക്രോസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അത് ഇരുമ്പ് കൊണ്ടും കോൺക്രീറ്റ് കൊണ്ടും നിർമ്മിച്ചിരിക്കുന്ന പാലമാണ് കേട്ടോ. അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതാണ്. അവിടെയാണ് ആ ഒരു മനോഹരമായ കാഴ്ച നമ്മൾ കാണുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിതാ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു മടങ്ങാം. അങ്ങനെ എന്തായാലും നമ്മൾ തിരുമൂർത്തി വാട്ടർഫോൾ സ്ഥിതി ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേർന്നു. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു പ്രദേശമല്ലേ? ഒന്നും പറയാനില്ലോ, മറ്റേ ബിജുക്കുട്ടൻ പറയുന്ന പോലെ ഒന്നും പറയാനില്ല. വരിക, കാണുക, കാഴ്ചകൾ ആസ്വദിക്കുക, പ്രകൃതിയെ സ്നേഹിക്കുക, വാട്ടർഫോൾസിൽ കുളിക്കുക, തിരിച്ചു പോവുക. നമ്മള് തോർത്തെടുത്തില്ല അല്ലെ കുളിക്കായിരുന്നു. പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വന്നോണ്ട് ഈ വെള്ളച്ചാട്ടമൊക്കെ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നില്ല. കാരണം നമ്മളെ ഇടുക്കി ഡാമിന്റെ മേളിൽ നിന്ന് താഴത്തോടെ എടുത്തിയാണെങ്കിൽ ശ്രമിച്ചോണ്ടിരുന്ന പണ്ട് കുട്ടിക്കാലത്ത്. അങ്ങനെയുള്ള ചില സാഹസികതകളൊക്കെ അനുഭവം ചെയ്യാറുണ്ട്. അൽബ്രോ അൽബ്രോയ്ക്ക് ഇതൊക്കെ ഇഷ്ടമാണ്. ഒന്ന് കുളിച്ചാൽ കൊള്ളാന്ന് ചെറിയ ആഗ്രഹങ്ങളൊക്കെ. ഇവിടെയുള്ള ആളുകൾക്ക് ഇതൊക്കെ ഭയങ്കര. അല്ല, തമിഴ്നാട്ടിലെ സംബന്ധിച്ചിടത്തോളം ഒരു വെള്ളം തീരെ കുറവുള്ള പ്രദേശങ്ങളാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ ഇതുപോലൊരു വെള്ളച്ചാട്ടം അവർക്ക് കിട്ടുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണല്ലോ. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇടുക്കിയിലെ മഴക്കാലമായി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം ഉണ്ട്, നമുക്ക് പോകാം, കുളിക്കാൻ, ചാടാം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇപ്പം അതിരപ്പള്ളി പോയി കഴിഞ്ഞാൽ അവിടെ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാം അല്ലേ, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവർക്ക് തമിഴ്നാട്ടിൽ പൊതുവേ വെള്ളച്ചാട്ടങ്ങൾ കുറവാണ്. പിന്നെ ഉള്ളത് എവിടെയെന്ന് അറിയാം? കുറ്റാലം, അവിടെ വെള്ളച്ചാട്ടം, അതൊക്കെയാണ് പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങൾ. പക്ഷേ അതിനേക്കാളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് അറിയോ? ഇവിടെ പോയി കുളിച്ചിട്ടില്ല നിങ്ങൾ? ഒന്ന് കുളിക്കണം. നല്ല മസാജ് കിട്ടും. മുകളിൽ നിന്ന് ആ വെള്ളം താഴേക്ക് വീഴുമ്പോണ്ടല്ലോ, നല്ല ഒരു ഫീലാണ്. നല്ല ശരീരം ചെറുതായിട്ട് വേദന എടുക്കും കേട്ടോ, വേറൊരു കാര്യം. ഡ്രസ്സിംഗ് റൂം ഒക്കെ ആണ് കേട്ടോ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഡ്രസ്സിംഗ് റൂം ഒക്കെ ഉണ്ട്. അവിടെ ഡ്രസ്സൊക്കെ മാറി നിങ്ങൾക്ക് വേണമെങ്കിൽ കുളിച്ച് ആസ്വദിച്ച് പോവാം. സെറ്റാണ്. പിന്നെ പാറകളിൽ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ കല്ലും ഇവിടെ വഴിവെടുക്കൊക്കെ ഉണ്ട്, തെന്നി വീഴാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. പക്ഷേ വേറെ കാര്യമുണ്ട്, അവിടെ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൽ നമുക്ക് ഇറങ്ങുമ്പോൾ വളരെ സേഫ് ആണ്. അവിടെ കോൺക്രീറ്റ് ഉണ്ട്, പിന്നെ പിടിക്കാനുള്ള സൗകര്യം ഉണ്ട് അവിടെ. പിന്നെ അവരിങ്ങനെ ഒഴുകിയൊന്നും പോരൊന്നുമില്ല. ഇവിടെ ഹെവി വെള്ളം വരുന്ന ഒരു തോടായിരിക്കും. ഇതിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലേ? ഇത് ആക്ച്വലി മഴക്കാല സമയങ്ങളിലൊക്കെ എപ്പോഴും പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ ഇടം പിടിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മളിപ്പോൾ കടന്നു വന്ന ആ ക്ഷേത്രം കണ്ടല്ലോ, ആ ക്ഷേത്രത്തിന്റെ പല ഭാഗങ്ങളിലും ഇവിടെ നിന്ന് മഴക്കാലത്ത് വെള്ളം കയറും. ആ ഒരു ഭാഗത്ത് ഫ്ലഡ് വരും. അപ്പൊ ക്ഷേത്രത്തിന്റെ പല ഭാഗങ്ങളിൽ വെള്ളം കയറിയിട്ട് ഒരുപാട് വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. അവിടെയൊക്കെ വെള്ളം പോയതിന്റെ നല്ല രീതിയിൽ വെള്ളം വരുന്ന ഒരു സ്ഥലമാണ്. ഇനിയിപ്പോൾ ഒരുപാട് അടുത്തേക്ക് പോയി നമ്മൾ വിഷ്വൽ ചിത്രീകരിക്കുന്നില്ല. കുറെ സ്ത്രീകളൊക്കെ അവിടെ കുളിക്കുന്നുണ്ട്. നമുക്ക് അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ പാടില്ല.
അവരവരുടെ രീതിയിലൊക്കെ എൻജോയ് ചെയ്യട്ടെ അല്ലേ ബ്രോ ഒന്നും പറയുന്നില്ല. ജഗതി പറഞ്ഞാലേ കുട്ടിയൊന്നും മിണ്ടുന്നില്ല. ജോസഫേ കുട്ടിയൊന്നും മിണ്ടുന്നില്ല. കാരണം മിണ്ടാത്തതിന്റെ കാരണമുണ്ട്. കാരണം പുള്ളി ഉച്ചയ്ക്ക് ഒരു പേരക്ക കഴിച്ചുള്ളൂ. ഇപ്പൊ 80 കിലോയുള്ള മനുഷ്യന് ഒരു പേരക്ക, ഒരു 100 ഗ്രാം പേരക്ക കഴിച്ചെന്ത് നമുക്ക് വിഷയമില്ല. നമ്മൾ എന്തെങ്കിലും കഴിക്കും. മരത്തിന്റെ ഇലയോ ഒക്കെ മരത്തിന്റെ ഇലയോ കഴിച്ച് നമ്മളിങ്ങ് പോരും. അയ്യോ ഇല്ല, കുഴപ്പമില്ല, നമുക്ക് ബോഡിയൊക്കെ സെറ്റ് ആക്കണ്ടേ. അപ്പൊ എന്തായാലും ഇതുപോലത്തെ കുറച്ച് തമാശകളും കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മുടെ യാത്രകൾ മുന്നോട്ട് പോകുന്നതാണ്. ഇനി വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അപ്പൊ അടുത്ത വീഡിയോയിൽ മനോഹരമായ കാഴ്ചകൾ മറ്റു വരാം. അതുവരെ അവർക്കും യെസ് ബൈ.